ഹലോ, ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സുൽത്താൻ ഇബ്രാഹിം ഫിഷ് ഫ്രൈ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെങ്കലവ എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീൻ എടുത്തിട്ടുണ്ട്. തലയോട് കൂടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലകളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഈ മീനിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ഈ മീനിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ മസാലകളൊക്കെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്താലും മതി. അപ്പോൾ അതുകൊണ്ട് ഈ വരഞ്ഞിരിക്കുന്ന ഭാഗത്തൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ കിട്ടത്തക്ക രീതിയിലൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 2 മണിക്കൂറോളം മാറ്റി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണോ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇതുപോലെ പതിയെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മീനെന്ന് പറയുന്നത് പെട്ടെന്ന് പൊടിഞ്ഞ് വരുന്ന മീനാണ്. അപ്പോൾ ചെറു തീയിലിട്ടിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്, തോടോട് കൂടിയിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വേറെ ഒന്നും ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ചെറിയൊരു തീയിൽ വെച്ചിട്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് തീ ഇട്ട് കൊടുക്കരുത്. ഈ മീൻ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് പതിയെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇത് മൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ തീയിലിട്ട് മാത്രമേ നിങ്ങളിത് ചെയ്തെടുക്കാവൂ. വീണ്ടും പറയുകയാണ്, കുറച്ച് കട്ടിയുള്ള മീനാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അതാണ്ട് ഈ ഒരു ഭാഗവും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് പതിയെ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ 2-3 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് 2-3 പ്രാവശ്യം മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ട് ഇവിടെ നന്നായിട്ട് നമ്മളെ ഫിഷ് 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എടുക്കണ നേരത്ത് പൊടിയാതെ എടുക്കാൻ നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബൈ.